ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്ന് ഒരു ബർത്ത്ഡേ വ്ളോഗ് പ്രതീക്ഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ബർത്ത്ഡേ വ്ളോഗൊന്നും അല്ല, ജസ്റ്റ് ഒരു കിറ്റ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷേ ആസ് യൂഷ്വൽ ഒരു നോർമൽ ഡേ പോലെയാണ് ഇന്ന് പോയത്. രാവിലെ ഒരു ഉപ്പുമാവും ഉച്ചയ്ക്ക് ഒരു ഊണും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കേക്കൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. കേക്ക് ഉണ്ടാക്കാൻ ഇവർ പറഞ്ഞു, പക്ഷെ എനിക്ക് വയ്യ, അടുക്കള കയറാനായിട്ട് വയ്യ, മടിയായതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ പിന്നെ ഒരു എന്താണ് ഒരു മര്യാദയുണ്ടല്ലോ, ഒരു ബർത്ത്ഡേ വ്ളോഗ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ, അതുകൊണ്ട് മാത്രമായിട്ട് ഒരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പം വീഡിയോസൊക്കെ വളരെ കുറവ്. കഴിഞ്ഞൊരു മാസം ഗൗണിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസൊക്കെ ഇടാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല. എൻ്റെ മെയിൻ റീസൺ ഈ അലമ്പുകളാണ്. കണ്ട, ഞാൻ ക്യാമറ എടുത്ത് എവിടെ പോയാലും അലമ്പ. ഒന്നതേ മെയിൻ അലമ്പത്തി ഇതാണ്. ഇവള് ഹൈ വോളത്തിൽ TV വെച്ചേക്കും. അപ്പൊ TV വെച്ചേക്കുമ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു രക്ഷ ഉണ്ടാവത്തില്ല. പിന്നെ ഇവള് അവൾക്ക് ഓൺലൈൻ ക്ലാസ് കാണും. അത് ഉച്ചയ്ക്കാണ്, ഒരു 12 മണി തൊട്ടാണ് സ്റ്റാർട്ടിങ്. 3 മണി വരെ അവൾ ഓൺലൈൻ ക്ലാസ്സിന്റെ പുറകെയാണ്. അപ്പം അവള് മുറിയാണ് അതിനകത്തിരിക്കുമ്പം ഇവള് ചെന്ന് അടി ഉണ്ടാക്കാൻ പോവും. എങ്ങാനും ഇടയ്ക്ക് എങ്ങാനും മുറിയൊന്ന് തുറന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ആ ഓൺലൈൻ ക്ലാസ്സിനകത്ത് പോയിട്ട് അലമ്പുണ്ടാക്കും. അപ്പം ഇവളെ നോക്കുക എന്നുള്ളത് ഇച്ചിരി സമയം എടുക്കുന്ന കാര്യം. അപ്പൊ അതങ്ങനെ. പിന്നെ എന്താണ്, ഞാൻ മുകളിലത്തെ ഇവിടുത്തെ ഈ നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ബഹളം കാരണം ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റൂല, ഫ്രണ്ടിലത്തെ ഈ ഒരു സെക്ഷനിലൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ മുറ്റത്തിറങ്ങി ചെയ്യാനായിട്ട് ഒട്ടുമേ പറ്റത്തില്ല. കാരണം ഒരു ഇല ഇറങ്ങിയാൽ മതി, അപ്പുറത്തെ വീട്ടിലൊരു പട്ടിയുണ്ട്, ഭയങ്കര കുരയാണ്. അതുകൊണ്ട് അത് നടക്കൂല. പിന്നെ എൻ്റെ മുറിക്കകത്ത് നിന്ന് ചെയ്യാന്ന് വെച്ചാൽ പറ്റൂല, കാരണം തൊട്ടിപ്പുറത്ത് തന്നെയാണ് TV വെച്ചേക്കുന്നത്. അതിനൊരു റെസ്റ്റ് ഇല്ല, ഫുൾ ടൈം ഹൈ വോളിയത്തിൽ TV എന്തെങ്കിലുമൊക്കെ കാണും. അപ്പൊ അത് നടക്കൂല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മുറിയൊന്നും പറ്റൂല. പിന്നെ ഈ ഒരു താഴത്തെ ഫ്ലോറിൽ പറ്റില്ല. പിന്നെ പറ്റിയിരുന്നത് മുകളിലാണ്. മുകളിലങ്ങറ്റത്തെ മുറിയിലാണ് ഞാൻ പോരുന്നത് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് വാടകക്കാരായി. അപ്പം ആ ഒരു ഏരിയ വാടകക്കാർക്ക് കൊടുക്കണമല്ലോ, അപ്പൊ അതുകൊണ്ട് അത് പോയി. പിന്നെ ഞാനതെല്ലാം കൂടെ സെറ്റപ്പ് ചെയ്തത് മുകളിലത്തെ മുറിയിലാണ്. അപ്പൊ ഇപ്പൊ അവിടെ എല്ലാം ഞാനൊന്ന് സെറ്റപ്പ് ആക്കി എല്ലാം ക്ലീൻ ആക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ അലമ്പ് കാരണം ബിജു ലാപ്ടോപ്പും പോക്കിക്കൊണ്ട് അങ്ങോട്ട് പോയി. ഇപ്പം അവിടെ ഇരുന്നിട്ടാണ് ബിജു വർക്ക് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കത്തിൽ എനിക്ക് എനിക്ക് യാതൊരു വിധ സ്ഥലവും ഇല്ല എന്നുള്ള. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഇന്നാണെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ 2-3 തവണയായി ട്രയൽ എടുക്കും. ഒരിടത്തുനിന്ന് ചെയ്തു തുടങ്ങും, അപ്പൊ ഇതുങ്ങൾ വന്ന് അലമ്പാക്കും. അങ്ങനെ പിന്നെ ഞാൻ എന്തും വരട്ടെ, ഒരു വീഡിയോ ഒക്കെ ചെയ്തു തീർക്കാന്ന്. അപ്പൊ അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കാര്യം. ബർത്ത്ഡേ വ്ളോഗൊക്കെ ഭയങ്കരമായിട്ട് 2 ആഴ്ച മുന്നേ ഞാൻ അങ്ങനെ പ്ലാനൊക്കെ ചെയ്തിരുന്നു, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യണം. പക്ഷെ 2 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുമില്ല. അപ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ പിന്നെ എന്തോ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാണ്. അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വിട്ടു. അപ്പോൾ പിന്നെ എന്താണ്, എന്നെ എങ്ങോട്ട് പോവാ? ഫാൻ ഇട്ടത് ഫാൻ ഇതാണ്. ക്യാമറ എടുത്തോണ്ട് വരും, അവർക്ക് ക്യാമറക്കകത്ത് കയറണം, പക്ഷെ അവർക്ക് ഫാൻ ഇടണം. ഈ ഫാനൊക്കെ ഇടാതെ വീർത്ത് കുളിച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം വോയിസ് ആനി ഫാൻ ഓഫ് ആക്കേ. അപ്പൊ സിറ്റുവേഷനെല്ലാം മനസ്സിലായല്ലോ. അപ്പൊ ഇനി അടുത്ത് പറയാനുള്ളത്, ഇന്ന് എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി. 1 അല്ല 2 ഗിഫ്റ്റാണ്. രണ്ടാമത്തെ ഇപ്പൊ കിട്ടത്തേ ഉള്ളൂ, ഇപ്പോഴേ കിട്ടത്തുള്ളൂ. ഇത്രയും നേരം അവള് തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കേക്ക് കട്ടിങ്ങിന്റെ സമയത്ത് തരാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കേക്ക് കട്ടിങ് ഇല്ല, ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവള് ഗിഫ്റ്റുമായിട്ട് വന്നേക്കുവാണ്. അപ്പൊ നമുക്ക് ആദ്യം അന്നക്കുട്ടിയുടെ ഗിഫ്റ്റ്. എനിക്ക് 2 ഗിഫ്റ്റ് കിട്ടിയേ ഇപ്രാവശ്യം. അപ്പോൾ സാധാരണ അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കിട്ടാറില്ല. അന്നയുടെ കയ്യിൽ നിന്നൊരു ലെറ്ററൊക്കെ കിട്ടും ഇടയ്ക്കിടയ്ക്ക്. എല്ലാ ബർത്ത്ഡേക്കും എനിക്കൊരു ലെറ്ററും പിന്നെ ഒരു പടവും ഒക്കെ കിട്ടാറുണ്ട്. അതാണ് മെയിനായിട്ടും കിട്ടുന്ന ഗിഫ്റ്റ്. പിന്നെ ബിജുവിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ വർഷവും മുടങ്ങാതെ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ കിട്ടും. എടി അന്നക്കുട്ടി ഫാൻ
ഓക്കെ, അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇത് ഇനിയും കൂടുതൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഇവിടെ കൊലപാതകം നടക്കും. അതുകൊണ്ട് അന്നക്കുട്ടിയുടെ ഗിഫ്റ്റാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. ഞാനും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അവളിത് ഏതാണ്ട് ഒരാഴ്ച എടുത്താണ് അവളുടെ ഗിഫ്റ്റ്, എനിക്കുള്ള ഗിഫ്റ്റ് അവൾ റെഡിയാക്കിയേക്കുന്നത്. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ചെയ്തേക്കുന്നത്. കാരണം അവൾ ചെയ്യുന്ന പരിപാടിക്കിടയിൽ മറ്റവൾ ചെന്ന് അലമ്പുണ്ടാക്കാൻ ചെല്ലും. പിന്നെ അപ്പം ഇവൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇത് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് എക്സാം ആയിരുന്നു അല്ലേ? ഒന്നോ രണ്ടോ എക്സാമിന് ഞാൻ ഇടയ്ക്ക് വെച്ച് ചെയ്ത്, അല്ല കുറച്ച് എക്സാമിന് ഞാൻ ഇടയ്ക്ക് വെച്ച് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ക്ലാസിന്റെ ഇടയ്ക്ക് വെച്ച് എക്സാംസിന്റെ ഇടയ്ക്ക് വെച്ചും ഒക്കെ ഇരുന്നാണ് അവൾ ഈ ഗിഫ്റ്റ് ചെയ്തെടുത്ത്. അപ്പം എനിക്കൊരു ഐഡിയ ഉണ്ട്. സിബ് വേണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്, ലിക്വിഡ് എംബ്രോയിഡറി വേണം എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് തുണി എടുത്തോണ്ട് പോയി, പിന്നെ പോം എടുത്തോണ്ട് പോയി. അപ്പൊ ഈ ഇന്ന സാധനങ്ങളൊക്കെ അവളുടെ ഗിഫ്റ്റിനകത്ത് കാണുമെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും തരും. ഹാപ്പി ബർത്ത്ഡേ ടു യു. നോക്ക് അമ്മ തുറന്ന് നോക്ക്. ഇപ്രാവശ്യം ഞാൻ ലെറ്റർ മറന്നുപോയി. ലെറ്റർ മറന്നുപോയി. അന്നക്കുട്ടി ലെറ്റർ മറന്നുപോയി. ഇതെന്തുവാണ് ശരിക്കും? ഞാൻ കാണിച്ചു തരാവേ. കുറച്ചധികം ലിക്വിഡ് എംബ്രോയിഡറി ഞാൻ കാണിച്ചു തരാം. ഇത് എന്തുവാ ചേച്ചിയുടെ ഗിഫ്റ്റ് കണ്ടോ? നോക്കിയേ. ഹാപ്പി ബർത്ത്ഡേ അമ്മ, ഹാപ്പി ബർത്ത്ഡേ അമ്മ. അപ്പൊ ഇത് ഫുള്ള് ലിക്വിഡ് മറന്നുപോയി. ഇത് ഫുള്ള് ലിക്വിഡ് എംബ്രോയിഡറി വെച്ച് അവള് ഹാപ്പി ബർത്ത്ഡേ അമ്മ എഴുതിയേക്കുവാണ് കേട്ടോ. ഓക്കെ, ഇനി ഇത് സിബൊക്കെ ഉണ്ടോ കേട്ടോ. സിബൊക്കെ അവള് തന്നെത്താനെ തയ്ച്ചതാണ്. എന്റെ മെഷീൻ വന്നിട്ട് അവക്ക് ഞാനൊരു മെഷീൻ എന്റെ പഴയത് കൊടുത്തു, അത് വർക്ക് ചെയ്യുന്നില്ല. പിന്നെയും എന്റെ അവിടെ വന്ന് ഇരുന്ന് ചെയ്തതാണ്. സിബൊക്കെ വർക്കിംഗ് ആണ്, വർക്കിംഗ് കണ്ടീഷനിലുള്ള സിബാണ്. ഇത്രേ ഉള്ളൂ. ചെറിയ അലമ്പുകൾ ആണ് ഇവിടെ സംഭവിക്കുന്നത്, പക്ഷെ അത് ഇതുപോലെ ആയിത്തീരും. ഇതിനകത്ത് ഇനി സാധനം ഉണ്ട് കേട്ടോ. ദേ ആനിക്കുട്ടി നോക്ക്, ഇതിനകത്ത് ഇനി സാധനങ്ങളുണ്ട്. ഒരു ബാഗ് തയ്ക്കാനായിട്ടുള്ള ഐഡിയ. ഓ ഇതെന്ത് ബാഗാണോ? ഇത് ബാഗാണ് കേട്ടോ. എടി ആനി കണ്ട ചേച്ചിയുടെ ബാഗ്. ചേച്ചിയല്ല എനിക്ക് ഇത് ഉണ്ടാക്കിയ ബാഗ്. ദേ ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഇത് ബാഗിന്റെ വള്ളി, അത് നമ്മൾ സാറ്റിൻ റിബണിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ സംഭവം കണ്ട ദേ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന ബാഗാണ്. ഇവിടെ പോം ഒക്കെ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ പൂ വെച്ചിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടല്ല ഞാൻ തയ്ച്ചതുകൊണ്ട് എപ്പോ വേണേലും ഇതിന്റെ ബാക്കില് ബാക്കില് എന്നാ മോളെ എന്നാ പറ്റി? ആനിയുടെ സർപ്രൈസ് ഉണ്ട്, കാണിച്ചു തരാം. ബാ, ആനിക്ക് സർപ്രൈസ് ഉണ്ട്. ബാ ഇവിടെ ഇരിക്കി, കാണിച്ചു തരാം. ഇത് നോക്കിക്കേ. എന്റെ ദൈവമേ, ആനിയുടെ സർപ്രൈസ് ഇല്ല. കഴുത്ത് പോലും മേടിച്ചെന്റെ കൈൻ്റെ അകത്ത് നൂല് ഒരു പ്രാവശ്യം കുത്തി കയറി, എന്നിട്ടും ഞാൻ നിർത്തിയില്ല. മനസ്സിലായ? ഇത് ഉണ്ടോ? ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. കുറച്ചു നേരം നിർത്തിയിട്ടാ പിന്നെ ജോലി ചെയ്തത്. അപ്പൊ ഇതും എന്താണ് ലിക്വിഡ് എംബ്രോയിഡറി വെച്ച് മോം എഴുതിയിട്ടുണ്ട്. പിന്നെ സാറ്റിൻ റിബൺ എല്ലാം വെച്ച് എംബ്രോയിഡറി നൂല്, ഹാൻഡ് എംബ്രോയിഡറി നൂല് വെച്ച് തയ്ച്ചെടുത്തേക്കോ കേട്ടോ. പിന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബട്ടണൊക്കെ ഉണ്ട്. അമ്മ എനിക്ക് വാങ്ങിച്ച ഷോ ബട്ടൺ ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. കൊള്ളാല്ല. ബട്ടന്റെ ഹോള് കണ്ടോ? ബട്ടൺ ഊരിയൊക്കെ എടുക്കാം. പിന്നെ ഇതിനകത്ത് ഇനി സിബ് ഉണ്ട്, 2 സിബ്, 2 അറയുള്ള ബാഗാണ്. നോക്കട്ടെ. കാണിച്ച് നോക്കട്ടെ. നീല സിബ് സൂക്ഷിച്ചാണ്, എപ്പോ വേണേലും അത് തകർന്നു പോകുന്നതാണ്. തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എനിക്ക് വയ്യ. ടെസ്റ്റ് ചെയ്തില്ല, അതാണ് ഈ ഒരു സിബ് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ മറ്റൊരു സിബ് അവിടുന്നാണ്. അവിടുന്ന് ഇവിടുന്നാണ് കേട്ടോ സിബ്.
ഈ ഒരു സിബുണ്ട്, മറ്റേ സിബ് പകുതി വഴിക്ക് തുറക്കാൻ പറ്റണില്ല. അത് അവിടെ നൂലെങ്ങാണ്ട് മോളെ ഞാൻ കാണിച്ചു തരാം. അവിടെ നൂലെങ്ങാണ്ട് ഇങ്ങനെ അങ്ങ് തുറന്നാൽ മതി. ആ ഇവിടെ നൂലിച്ചിരി ഇതായിപ്പോ അല്ലേ? ആ സാരമില്ല. അമ്മ പറയുമായിരുന്നു എനിക്കിപ്പോ ഗിഫ്റ്റ് വേണം, എനിക്കിപ്പോ ഗിഫ്റ്റ് വേണോന്ന്. അതുകൊണ്ട് ഞാൻ അവസാന ദിവസം അപ്പൊ 2 അറയുള്ള ബാഗാണ് കേട്ടാ. 2 അറയുള്ള ബാഗ്. ഉദ്ദേശിച്ചത് ഒരു സൈഡിൽ നിന്ന് കണ്ട സിബ് തുറക്കും. ഇത് ആനിക്കുട്ടിക്ക് ഞാൻ കൊടുക്കട്ടെ, കുറച്ചു നേരത്തേക്ക് ആനിക്കുട്ടി ഇടട്ടെ. ആനിക്കുട്ടിയുടെ സർപ്രൈസ് ആണേ. ഇനിയുണ്ട്. അടുത്ത ഗിഫ്റ്റ് ഇതാണ്. ഇങ്ങനെ ഇട്ട് അതെ ഇങ്ങനെ ഇടാം കേട്ടോ. അതേ നോക്കി കണ്ട ആനിക്കുട്ടീനെ കണ്ട. അതെ ഇങ്ങനെ ഇടാം. എങ്ങനെയാണ് ഇടുന്നേ ആനി? ഇങ്ങനെ ഇടാം അല്ലേ? ഇനി അടുത്ത ഗിഫ്റ്റ് ഇത് നോക്കി. ഇതെന്താ? ഹെഡ് ബാൻഡ് ആണോ? ആനിയ പറഞ്ഞ ഹെഡ് ബാൻഡ് തയ്ക്കണമെന്ന്. അപ്പൊ ഞാൻ തയ്ച്ചു തന്നു. പിന്നെ അമ്മ എനിക്ക് ഏതൊരു സമയത്ത് മെഷീൻ തന്നില്ല, അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഹാൻഡ് സ്റ്റിച്ച്ഡ് ആണ്. അതാണ് ഡിഫോൾട്ട്സ്. ഇവിടെ ഒരു നൂലിതേ ഇങ്ങനെ കണ്ട കുറച്ചൊക്കെ മാറ്റിയാലേ കാണാൻ പറ്റത്തുള്ളൂ. കുറച്ചൊക്കെ നൂലിങ്ങനെ ഇളകി വന്ന് ഹാൻഡ് സ്റ്റിച്ച്ഡ് ആണ് കേട്ടോ. ഹാൻഡ് മെയ്ഡ് ആണ്. ഹാൻഡ് മെയ്ഡ്. പിന്നെ അമ്മ പറഞ്ഞല്ലോ അറ്റത്തിന്ന് വേണം ഇലാസ്റ്റിക് ബാൻഡ് ഇടാൻ. ഞാൻ എങ്ങനെയല്ല ചെയ്ത അമ്മ തല തിരിച്ചിട്ടേക്കുന്നത്. നേരെ വരണം. ഇതെന്താ സ്പെല്ലിംഗ് എന്നാ വായിച്ചേ? ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോലും മിണ്ടായിരിക്കും അങ്ങോട്ട്, ഞാൻ ഇവിടെ ജോലി ചെയ്യുവാണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് അന്നക്കുട്ടിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഞാൻ ഇപ്രാവശ്യം അതിന് മുമ്പൊക്കെ എന്താണ് കാർഡ് പ്രിപ്പയർ ചെയ്ത് വരുമായിരുന്നു. പക്ഷെ ഞാൻ പ്രിന്റ് എടുക്കാൻ മറന്നുപോയി. എന്തായാലും ഉണ്ട്, ഇനി അത് ജോയിൻ ചെയ്യണം. സാരമില്ലല്ലേ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഭയങ്കര ക്രിയേറ്റിവിറ്റി അല്ലേ? ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി തയ്ച്ചു വന്നപ്പോ എന്റെ കൈനകത്ത് സൂചിയും കുത്തി. ശരിയാ. പിന്നെ എന്നെ ആ മുറിക്കകത്ത് കേറ്റുന്നുമില്ലായിരുന്നു. ഈ ഒരു സംഭവം ചെയ്യുന്നോണ്ട് അവൾ ആ മുറിക്കകത്ത് തന്നെ കേറ്റുന്നില്ല. അമ്മ ഇപ്പൊ കണ്ടുപിടിക്കില്ല. കഴുത്തും വേണിച്ചങ്ങനെ നല്ല സാധനല്ലേ? സംഭവം എടുക്കാനല്ലേ? ഞാൻ ആലോചിക്കായിരുന്നു അത് പോട്ടെ, അമ്മ എന്തായാലും കഴുത്ത് അമ്മ നമുക്ക് തയ്ക്കുന്നെന്ന്. പക്ഷെ എന്നാലും ഞാൻ ഒരു 5 മിനിറ്റ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് തയ്ച്ചാൻ തുടങ്ങി. അപ്പൊ തയ്ച്ചു തുടങ്ങിയപ്പോഴാണ് കഴുത്തേനെ എടുക്കുമെന്ന് മനസ്സിലായത് അവക്ക് അല്ലേ? എന്തോ പറ്റി? എനിക്ക് എന്നാ പറ്റി? ആനിയുടെ സർപ്രൈസ് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓണാക്കി തരാം. പറയട്ടെ കാര്യം പറയട്ടെ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു TV ഉണ്ട്. പക്ഷെ ടിവിയുടെ ആക്സസ് മൊത്തം ഈ ഒരു മഹതിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. റിമോട്ട് ഫുള്ളി ഇവളുടെ കയ്യിലാണ്. നമുക്ക് വേറെ ഒരൊറ്റ എന്താണ് ഒന്നും വെക്കാൻ പറ്റില്ല, ഒരു വീഡിയോ വെക്കാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവക്കും കിട്ടൂല TV. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പം ഞാൻ ഫോണിൽ വല്ല സിനിമയൊക്കെ വെച്ച് കണ്ടുകൊണ്ടാണ് തയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ അന്നേരം ഓർത്തു ഇച്ചിരി കൂടെ വലിയ സ്ക്രീനായിരുന്നെങ്കിൽ സിനിമയൊക്കെ കാണാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ചിന്തിച്ചിരുന്നൊരു സംഭവമാണ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ടാബ് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ അത്രയും എമൗണ്ട് കളയണ്ട എന്ന് വിചാരിച്ച് പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാനതങ്ങ് ഡ്രോപ്പ് ചെയ്തു. അപ്പം ഇവളുടെ ഫ്രണ്ട്സോ അല്ലാണ്ടോ എങ്ങനെയൊക്കെയോ ഇവക്കും ടാബ് വേണം എന്നൊരു ആഗ്രഹം. അവക്കും എന്തോ ടാബ് വേണം എന്നൊരു ഇത് കയറി. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് കൊണ്ട് അല്ലേ? നീ ഇത് മൂടിയാൽ എങ്ങനെയാ? അങ്ങനെ
അപ്പൊ ഞങ്ങള് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയ സംഭവമാണ് ഈ ഒരു സാധനം. ഇപ്പം ഇത് എനിക്ക് ബർത്ത്ഡേക്ക് തന്നേക്കുവാന്ന്, പക്ഷെ ഇതിന്റെ ഓണർഷിപ്പ് അങ്ങോട്ടേക്കും കൂടെ പോവും. പിന്നെ ഇതുവരെ ഇവളെ കാണിക്കാതെ വെച്ചോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ വലിച്ചു കയറാം കേട്ടോ, എല്ലാം തല്ലി പൊട്ടിച്ച് കളയും. അപ്പൊ അതുകൊണ്ട് ഇത് നീ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഫോട്ടോ എടുക്കാം. അപ്പം ഇവിടെ ഇരി സിറ്റ്. അപ്പൊ അത് പോയി. ഒരു കാര്യം പറയണം, ആനിന്റെ കയ്യിലാണ് അമ്മേന്റെ ഫോണും അച്ഛന്റെ ഫോണും നമ്മുടെ ടിവിയും എന്റെ കമ്പ്യൂട്ടറും ഇരിക്കുന്നത്. എല്ലാം അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒറ്റ ഏറ, അതുകൊണ്ട് പേടിച്ചിട്ടാ ഇത് കൊടുക്കുന്നത്. ഇത് കാണിക്കാതെ വെച്ചോണ്ടിരിക്കുവായിരുന്നു. എന്തായാലും അത് എന്റെ കമ്പ്യൂട്ടർ അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇത് വേണം എന്നും വേണ്ട എന്നുള്ളൊരു രണ്ട് രീതിയിൽ ഇരുന്നത് കൊണ്ട് അത് ആലോചിച്ച് ബിജു വാങ്ങിച്ചാണ്. അല്ലെങ്കിൽ ബിജുവിന്റെ നോർമൽ ആയിട്ടൊരു നോർമലി ഒരു ചുരിദാർ മെറ്റീരിയലാണ്. അപ്പൊ ഇത് ഇങ്ങനെ വല്ലപ്പോഴും കിട്ടത്തുള്ളൂ. 2-3 വർഷം കൂടുമ്പോഴാണ് ഇതുപോലെയൊക്കെ ഉള്ള ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ. അല്ലാതെ എല്ലാ വർഷവും ഒന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇപ്പൊ തന്നെ അന്നാ നീ അങ്ങോട്ട് ചടുക്കല്ലേ, അവള് എടുത്ത് വലിച്ചെറിഞ്ഞു കളയും. ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് പ്രാന്ത് പിടിക്കുന്നതാണൊക്കെ. ഉമ്മയൊക്കെ കൊടുത്ത് താഴെയിട്ട് പൊട്ടിക്കാ. അപ്പൊ ഇപ്പൊ ഞാൻ ചെറിയ വ്ലോഗ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താണെങ്കിലും ഇത് ഇച്ചിരി ലെങ്തി ആയിപ്പോയി. അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വ്ളോഗ്. ഇനി എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ അടുത്ത വ്ളോഗോ ഏതെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യാൻ കേട്ടോ. ഇപ്പൊ മെയിൻ ആയിട്ട് ഇതുകൊണ്ടാണ് എനിക്കിപ്പോ ഒരു സ്പേസ് ഇല്ല. ഇവിടെ നിന്ന് ചെയ്യാന്ന് വെച്ചാൽ ഈ അലമ്പുകളെല്ലാം കൂടെ ഇങ്ങോട്ട് വരും. ഫ്രണ്ടിൽ നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ പട്ടി ഒരു രക്ഷയില്ല. പിന്നെ മുകളിൽ നിൽക്കാന്ന് വെച്ചാൽ അവിടെ സൗകര്യമില്ല. അവിടെ ഇപ്പൊ ബിജു കയ്യേറിയേക്കുക. പിന്നെ ഇനി എനിക്കുള്ളത് ബെഡ്റൂം ആണ്. ഇനി അതൊന്ന് സെറ്റപ്പ് ചെയ്തെടുത്തിട്ട് ഗ്രീൻ സ്ക്രീൻ ഒക്കെ ഇട്ടൊന്ന് റെഡി ആക്കി എടുത്തിട്ട് വീഡിയോസ് ചെയ്യണമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പം തൽക്കാലം നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേര് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട്, പക്ഷെ ഇത് ഇപ്പൊ തന്നെ ഒത്തിരി ലെങ്തി ആയിപ്പോയി. അപ്പം ഞാൻ ഇതിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും എന്താണ് ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു. ഒത്തിരി നന്ദി. എല്ലാവർക്കും ഹാർട്ട് ഇട്ട് പോവാണ്. റിപ്ലൈ ഒന്നും ഇൻഡിവിജ്വലി ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ. ഇനി നിനക്ക് എന്നാ പറയാനുള്ള? എന്റെ ചാനലിൽ ഞാൻ അധികം വീഡിയോസ് ഇടാറില്ല. പിന്നെ ഞാനൊരു പുതിയ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ പേര് ഹാവ് ഫൺ വിത്ത് ആൻസ് എന്നാണ്. നിങ്ങൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ ആഴ്ചയും ഏത് വീഡിയോ വേണോന്ന് ചോദിക്കും. അതിൽ നിങ്ങൾ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യണം. ഓക്കെ, അവള് പറയാം ഇട്ടെന്ന്. കാരണം ഇനി ഞാൻ ഇവളുടെ ചാനലൊന്നും നോക്കാനൊന്നും ഞാൻ പോകുന്നില്ല. ഇവള് തന്നെ വീഡിയോ എടുക്കുവോ അപ്ലോഡ് ചെയ്യുവോ ഒക്കെ ചെയ്തോളും. ഞാനിപ്പോ എല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാപ്ടോപ്പില്. അപ്പം വന്നു കേട്ടോ. ഇനി ഞാനും അവളുടെ ചാനലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് വയ്യ, എന്റെ ചാനലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പൊ അതുകൊണ്ട് ഇത്രേ ഉള്ളൂ. അപ്പോ ആനിക്കുട്ടിയെ ബബ്ബാ പറയാം. അപ്പൊ ഇനി ഉടനെ കാണുന്നവരെ അപ്പൊ ഇനി അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ബൈ ബൈ.